സാങ്കേതികമായി അറിയുന്ന ഒരാളും കൂടിയാണ് പൃഥ്വിരാജ്, അതെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഇത്ര ലോ മതി എന്നുള്ളത് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തരുമോ? പൃഥ്വിരാജ് എല്ലാം തീരുമാനിക്കുന്നത് പറയാം, പൃഥ്വിരാജാണ് തീരുമാനിക്കുന്നത് പറയാം. രണ്ടായാലും പുള്ളിക്കാണ് കുറ്റം. എനിക്ക് പൃഥ്വിരാജിന് കുറ്റം പറയാൻ താല്പര്യമില്ല. ഞങ്ങളിപ്പോൾ US-ലും UK-ലും ഷൂട്ട് കഴിഞ്ഞു. ലൂസിഫർ പോലെ വളരെ ചെറിയൊരു സിനിമയാണ് എമ്പുരാൻ എന്നും പറയാം. ലൂസിഫർ പോലെ ഒരു ചെറിയ സിനിമയല്ല എമ്പുരാൻ, അത് ഞങ്ങൾക്കറിയാം. അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. കടലിനടിയിൽ പോയിട്ട് 23 മീറ്റർ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അത് വേറൊരാൾ ചെയ്താൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. അവസാനം മഞ്ജു ചേച്ചിയാണ് ഉപദേശിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. അത് ശരിയാണോ കഥ? ഡെഫിനറ്റ്ലി ശരിയാണ്. ഞാൻ കഴിഞ്ഞ 2020 ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ ഞങ്ങൾ ഡിവേഴ്സ് ചെയ്തു. മറച്ചു വെച്ചിട്ടോ ഒളിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ പറയാതിരുന്നിട്ടോ കാര്യമില്ല. പറയേണ്ടതെല്ലാം പറയണം, തുറന്ന് സംസാരിക്കണം ആളുകൾ എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിനകത്തിരുന്ന് വാചകമൊക്കെ അടിച്ചാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ. മറ്റ് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക്. എല്ലാം ഹീലിംഗ് ആണല്ലോ. കാലം മറയ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെയാണ്. രഞ്ജിത്തിന്റെ കേരള കഫേയിൽ ഷാജി കൈലാസിനോട് ലളിതം ഹിരൺമയം ചെയ്യുമ്പോൾ ഇപ്പം ലിജോ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ലിജോയുടെ നായകൻ എന്നെ വിളിച്ചത് ഞാൻ ഈ സിനിമയിൽ ധന്യമേരി വർഗീസിനെ പോർട്രേ ചെയ്ത് കണ്ടിട്ടാണ്. നായകൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിറ്റി ഓഫ് ഗോഡ് ചെയ്യുന്നത്. ട്രെയിനിൻ്റെ ഏറ്റവും മണ്ടയ്ക്കൊക്കെ കയറ്റി ഞാൻ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫുൾ ഹൈറ്റൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടാണ് എഡ്ജെങ്കിലും കിട്ടുന്നത്. എൻ്റെ ദൃശ്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രുതികേട്ടനൊക്കെ പറയുന്ന ഡയലോഗിനകത്ത് നമ്മുടെ കണ്ണ് നിറയും. ലാൽ സാറൊക്കെ പറയുമ്പോൾ നമുക്ക് നിറയും, പക്ഷേ ഇമോഷണലി നമ്മളവിടെ കട്ടാവണം. ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റൻ്റ് ആയിരുന്നു. സ്റ്റാൻഡൊക്കെ തൂക്കി നടക്കുക, അതിനുശേഷം പിന്നെ മറ്റേ ക്യാമറ തൂക്കി നടക്കുക, പിന്നെ ഫോക്കസ് പുള്ള്, അങ്ങനെയുള്ള തസ്തികളിൽ ഇങ്ങനെ മാറി മാറി വന്ന് പി ചന്ദ്രകുമാർ സാറാണ് എന്നിലൊരു ക്യാമറമാൻ ഉണ്ടെന്ന് ആക്ച്വലി പുള്ളി തിരിച്ചറിഞ്ഞു. ഡെഫിനറ്റ്ലി ഞാൻ മരിക്കുന്നതിന് മുന്നേ ഒരു ഇംഗ്ലീഷ് സിനിമോഗ്രാഫി ചെയ്തിരിക്കും. ഈ ദൃശ്യവും പാപനാശവും രണ്ട് സ്ഥലങ്ങളാണ്. ചെയ്തൊരു സാധനം അതേ ലൊക്കേഷനിൽ വീണ്ടും ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതുപോലൊരു ബോർഡും വേറെ ഇല്ല. അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തുക. ഞങ്ങൾ ദൃശ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മീനെ അതിനകത്ത് കുറച്ച് കൂടുതൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും അന്ന് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് കുറയ്ക്കാൻ പറഞ്ഞു, പക്ഷേ അന്ന് നമ്മുടെ സമയപരിമിതി എല്ലാം കാരണം അതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ട്രോളായി. ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, ജീവിതം കുറച്ചൊരു ചെറിയ പീരീഡാണ്, അപ്പോൾ അതിനുള്ളിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുകയാണ് വേണ്ടതെന്ന്. ഈ തിരക്കിനിടയിൽ ഇപ്പം കുറേ തെലുങ്ക് തമിഴൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ ഈ പറയുന്ന ജീവിതം അങ്ങനെ തന്നെ കൺസീവ് ചെയ്യാൻ പറ്റാറുണ്ടോ, ഇല്ലെങ്കിൽ ആസ്വദിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ എന്ത് നമ്മൾ ഇൻടേക്ക് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ സന്തോഷിക്കാനുള്ള വകുപ്പുകൾ മാത്രം നമുക്ക് ഇൻടേക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ടാറ്റ ബൈ ഒന്ന് പുറത്ത് നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഡെഫിനറ്റ്ലി വി ക്യാൻ ബി ഹാപ്പി ഓൾവേസ്. അതാണൊരു പോളിസി, തുടരാൻ കഴിയട്ടെ. എന്നാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇതിനകത്തിരുന്ന് വാചകമൊക്കെ അടിച്ചാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ. മറ്റ് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ സന്തോഷമായിട്ടിരിക്കണം എന്ന്, ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ കേട്ടാലും സന്തോഷമായിട്ടിരിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും കുറേയൊക്കെ ആർട്ടിഫിഷ്യൽ സന്തോഷമായിരിക്കും. പിന്നെ നമ്മൾ അതിനകത്തൊന്നും നമുക്ക് നമ്മുടേതായൊരു പെർസ്പെക്റ്റീവ് ഡിറൈവ് ചെയ്തെടുക്കും അല്ലേ. നമുക്കിങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞ് അല്ല അതങ്ങനെയല്ല, അതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ്, അതിനെന്തിനാണ് നമ്മൾ എന്ന് നമ്മളോട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറേ ആൻസേഴ്സ് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് ഹീൽ ചെയ്യും. എല്ലാം ഹീലിംഗ് ആണല്ലോ. കാലം മറയ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അതേ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ എളുപ്പത്തിൽ വർക്കിലേക്ക് വന്നാലും. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അയാൾക്കകത്ത് ഉള്ളിലുള്ള ഷോട്ട്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാറ്റോഗ്രാഫർ പലപ്പോഴും പരീക്ഷണങ്ങൾക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ് ഏറ്റവും, ലോകത്തെല്ലായിടത്തും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പടങ്ങൾക്കാണ് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുക. ചലഞ്ചസ് ഉണ്ട് അതിനകത്ത്. ലൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മുഖം നന്നായിട്ട് വരണം, പക്ഷേ അവിടുത്തെ സ്വാഭാവികത നിലനിർത്തിയാണ് ഇന്നത്തെ സിനിമ മേക്കിംഗ് എന്ന് പറയുന്നത്. അയാൾ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടതും, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കഥയും പശ്ചാത്തലവും ഒക്കെ നോക്കിയിട്ട് അവാർഡും കിട്ടിയിട്ടുള്ളത്. ഇത് ചലഞ്ചിങ് ആകുമ്പോഴും ഇതൊരു സൗകര്യവും കൂടിയല്ലേ? കാരണം ഇത്തരത്തിലുള്ളൊരു ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്ന, ചില ലൈറ്റ്സൊക്കെ ചില സ്ഥലത്തൊക്കെ പരീക്ഷിക്കാൻ അവസരം കിട്ടുന്ന, ഇത്തരത്തിൽ ഇതിനെ നോക്കിക്കാണുന്ന, ഇതിനെ പിന്തുടരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ നോക്കിയപ്പോൾ അത് കൊള്ളാമല്ലോ, അതെങ്ങനെയായിരിക്കും ചെയ്തത് എന്ന് തോന്നിക്കുന്ന ഒരു വർക്കും കൂടെ ആയിരിക്കും. അതൊരു സൗകര്യവും കൂടെ അല്ലേ എന്നാണ് ചോദിക്കണേ, ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് നോക്കിക്കാണുക? എനിക്ക് സൗകര്യം എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ചോദിച്ചെങ്കിൽ മനസ്സിലായില്ല. ഒരു സാധ്യതയുണ്ട് അതിനകത്ത്. നമുക്ക് ചില കാര്യങ്ങൾ ഒരു പ്ലെയിൻ ഇതിൽ വെക്കുന്നതിനേക്കാളും സൺലൈറ്റിൽ വെക്കുന്നതിനേക്കാളും നമ്മൾ ഉള്ളിൽ വെക്കുമ്പോൾ ചില സാധ്യതകൾ. അതൊക്കെ അങ്ങനെ ആ തരത്തിൽ തന്നെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭയങ്കര ഫ്രീഡം എന്ന് നമുക്ക് അതിനെ പറയാം. എനിക്ക് ഫ്രീഡം അല്ല അതിനകത്ത് കൂടുതലും.
നമ്മൾ അതിൽ കൂടുതലും നമ്മുടെ എഫേർട്ടാണ് എന്ന് തോന്നുന്നു എനിക്ക്. കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഒരുപാട് ലെജൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. ഡ്രാമയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്യൂർലി നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കില്ല എഫക്റ്റായിട്ട്, അതായത് അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് നമുക്ക് സ്ക്രീനിൽ ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ ഫീൽ ചെയ്യിപ്പിക്കാൻ, ഇപ്പോൾ ഒരു ഇരുട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മൾ ലൈറ്റ് ചെയ്യണം. ഇരുട്ടായിട്ട് വെറുതെ ഇരുട്ട് വെച്ചാൽ നമുക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇരുട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മൾ ലൈറ്റ് ചെയ്യണം. ദാറ്റ്സ് എ ഡ്രാമ വി ആർ ക്രിയേറ്റിംഗ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം ഒരു വെളിച്ചം ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഇരുട്ടുണ്ടാക്കണം. അതാണല്ലോ വേണ്ടത്. ഇരുട്ടുണ്ടെങ്കിലാണല്ലോ, ഇതിപ്പം ഒരെണ്ണം ഉണ്ടെങ്കിലാണല്ലോ ഇല്ലാത്തത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം വെറുതെ പറയാം, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇല്ലാതാകുമ്പോഴാണ് ഒരെണ്ണം ഫീൽ ചെയ്യാം. അപ്പം അത് നമ്മൾ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫ്രെയിമിങ്ങിലായാലും ലൈറ്റിങ്ങിലായാലും, ഇപ്പോൾ ഡയറക്ഷൻ വൈസിൽ അയാളുടെ ലുക്ക്, പെർസ്പെക്റ്റീവ്, അയാളുടെ ആക്ടിങ്, അയാളുടെ റിയാക്ഷൻസ്, ഇതെല്ലാം ഇത് ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സോ അതാണ് അതിൻ്റെ ഡ്രാമ നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ എത്ര നാച്ചുറലി ചെയ്തതാണെന്ന് പറഞ്ഞാലും ദർ ഇസ് എ ഡ്രാമ. ആ ഡ്രാമ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും വർക്കാവില്ല. അതെ, നമ്മൾ കാണുന്ന ആ ഇരുട്ടെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വെളിച്ചമുള്ള ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അപ്പോൾ എസ്രയ്ക്കകത്ത് ഇതേപോലെ തന്നെയാണ് ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഭംഗി എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളുടെയൊക്കെ മുഖമൊക്കെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വരെയും വേണം. സംവിധായകന് ഒരു കാഴ്ചപ്പാടുണ്ടാവും, പക്ഷേ ഇതൊക്കെ ഉള്ളിൽ തന്നെ ഈ ഇരുട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡിന് ഉള്ളിൽ തന്നെ നിന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ലൈറ്റിങ്ങിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഇവരുമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരാറുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല കേട്ടോ. ഭാഗ്യത്തിന് ചിലപ്പോൾ മേ ബി അത് ഭാഗ്യമായിരിക്കാം. അത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ആളുകളുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ആളുകൾ മേ ബി ഉണ്ടായിരുന്നിരിക്കാം, ഇൻ ബിറ്റ്വീൻ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരൊന്നും അത്തരമൊരു പ്രോബ്ലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല. മേ ബി അത് ചിലപ്പോൾ ആ സമയത്ത് ഞാൻ അവരുടെ കൂടെ സഹകരിക്കുന്നുണ്ടാകാം, അതെനിക്കറിയില്ല. അത് ഞാൻ അറിയാതെ എന്നിൽ സംഭവിക്കുന്ന ഒരു പാർട്ടായിരിക്കാം. പക്ഷേ എനിക്കത്രയും പേഴ്സണലി ഞാൻ ആരെയും പേഴ്സണലൈസ് ചെയ്തിട്ട് ഒന്നും കെയർ ചെയ്യാറോ അല്ലെങ്കിൽ അത് ഇന്നത് വേണം എന്ന് പറയാറുമില്ല. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് നമുക്കുണ്ടാവും, സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. ഈ സിറ്റുവേഷൻസ് ഈ തരത്തിലാണ് ഓഡിയൻസിന് ഫീൽ ചെയ്യേണ്ടതെന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചില സാങ്കേതിക തയ്യാറെടുപ്പുകൾ ഉണ്ടാകും എന്നുള്ളതല്ലാതെ പേഴ്സണലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ പേഴ്സണലൈസ് ചെയ്ത് ഒരു ആക്ടറെ പേഴ്സണലൈസ് ചെയ്ത് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവരും നമ്മുടെ കഥാപാത്രങ്ങളാണ്. നമ്മൾ ആ സ്ക്രിപ്റ്റുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം. നമുക്കിപ്പോൾ സിനിമാറ്റോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം അത് എത്രയോ കാലമായിട്ട് ആ ക്യാരക്ടേഴ്സുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോഴും ഒരു 3 months to 4 months നമ്മുടെ ആ സ്ക്രിപ്റ്റ് ഉണ്ട്, നമ്മളെ ആ ക്യാരക്ടേഴ്സ് മുഴുവനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരോട്ടും ഇങ്ങനെ ചിലപ്പോൾ സംവിധായകൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും നമ്മളെന്തായാലും ഇത്തരം ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഇങ്ങനെ നിരന്തരം സംസാരിക്കും. അപ്പോൾ നമുക്കറിയാം അവർ ഈ മൂഡിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ മൂഡാണ് ഇപ്പം സംവിധായകന് വേണ്ടത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഈ മൂഡാണ് വേണ്ടത്. സോ ഇറ്റ്സ് ഹാപ്പൻ. അതിങ്ങനെ സംഭവിക്കും. അതല്ലാതെ വേറെ പേഴ്സണലൈസ്ഡ് പരിപാടികളൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതോ എനിക്കാരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതോ എനിക്ക് ഓർമ്മയില്ല. ഇതേപോലെ തന്നെയാണ് വെളിച്ചത്തിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കണ്ണിന് കുളിരുണ്ടാവണം, ഭയങ്കര രസം ഉണ്ടാവണം. ഇപ്പോൾ അനാർക്കലിയിലെ പാട്ട് കാണുമ്പോൾ ഇപ്പോൾ വാനം ചായും പാട്ടിനകത്ത് ചില ഡീറ്റെയിൽസൊക്കെ ആ നായികയുടെ കഴുത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്, അത് ആ ഇമോഷൻ വേണ്ടതാണ് അവിടെ. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ സീനുണ്ട്. അപ്പം ഈ അണ്ടർ വാട്ടറൊക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റണം. സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കും, പക്ഷേ ഔട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ പ്രശ്നമല്ല, കാഴ്ച മാത്രമേ ഉള്ളൂ. അവരുടെ പ്രേമമാണ് അപ്പോൾ അവരുടെ വിഷയം. അപ്പം അത് നല്ല തെളിച്ചത്തിലിരിക്കണം. സിനിമാറ്റോഗ്രാഫർ എന്തനുഭവിച്ചു എന്നുള്ളത് പ്രശ്നമല്ല. ഇത് വരുമ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെന്നുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവില്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? പേഷ്യൻസ് വേണ്ടേ? അനാർക്കലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ 4 അടി, അതായത് ഇതുവരെയുള്ള വെള്ളത്തിൽ മാത്രം നീന്തുന്ന ഒരു കക്ഷിയാണ്. കുളത്തിൽ പോലും ഇറങ്ങാറില്ല. എനിക്ക് പേടിയാണ്, വെള്ളം പേടിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ അച്ഛനമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ ചെറുതിൽ പഠിച്ചിട്ടില്ല. സ്വിമ്മിംഗ് പൂളിൽ പോയി ഞാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ആ 4 അടി എനിക്ക് കാല് കുത്താൻ പാകത്തിനുള്ള വെള്ളത്തിന് എനിക്ക് പേടിയില്ല. അതിനപ്പുറമുള്ള എല്ലാ വെള്ളത്തിനും എനിക്ക് പേടിയാണ്.
എന്നിട്ടും അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. കടലിനടിയിൽ പോയിട്ട് 23 മീറ്റർ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഇവിടെ അവരുടെ സ്വിമ്മിംഗ് പൂൾ പ്രണയം സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഞാനാണ്. അപ്പം അത് നമ്മൾ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അത് വേറൊരാൾ ചെയ്താൽ എനിക്കത് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിച്ചു. അവിടെ ലക്ഷദ്വീപിൽ അവരുടെ നമ്മളൊരു സാൻഡി ബീച്ചിൽ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു. സാൻഡി ബീച്ചിൽ അവരാണ് എന്നെ ട്രെയിൻ ചെയ്യിച്ചത്. എന്നെയും പൃഥ്വിരാജിനെയും ട്രെയിൻ ചെയ്യിച്ചവരാണ്. എനിക്കും പൃഥ്വിരാജിനും ആക്ച്വലി പാഡി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അണ്ടർ വാട്ടർ പോകാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, രണ്ടുപേർക്കുണ്ട്. അതന്ന് ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങി പഠിച്ച് അവരുടെ ഒന്ന് മറ്റേ ടെസ്റ്റൊക്കെ എഴുതിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പിന്നെ പ്രാക്ടിക്കലും ഉണ്ട്. പ്രാക്ടിക്കലി താഴെ പോയി അതിൻ്റെ ഒരു ബോയൻസി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോകണം. സോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും പഠിക്കാനോ ഇത് ചെയ്യാനോ നമുക്ക് ഒരു തരത്തിലും മടിയോ പേടിയോ ഉണ്ടാവില്ല. പക്ഷെ പേഴ്സണലി ഇപ്പോൾ 4 പേരുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്, കടലിൽ ചാടണമെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് ഭയക്കും. അത് നമ്മളെ പേഴ്സണലി ചിലപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് നമ്മുടെ ലൈഫോ നമ്മുടെ ആരോഗ്യമോ ഒക്കെ ചിലപ്പോൾ നോക്കുമായിരിക്കും. സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിതെല്ലാം മറന്നേക്കും. അങ്ങനെ ഒരു സംഭവം അനാർക്കലി സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് ഒരു അൺബാലൻസ്ഡ് ഫ്രെയിം പോലും അടിയിൽ അണ്ടർ വാട്ടർ ഷോട്ട്സിനില്ല. ബിക്കോസ് വേറെ ആരും പോയി ഗോപ്രോയിലൊക്കെ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഞങ്ങളത് അതിൻ്റെ റിഗ് പുറത്തുനിന്ന് എടുത്തിട്ട് അതിനകത്ത് ക്യാമറ വെച്ചു ഇത്രയും താഴെ പോയി, അതായത് രാജുവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടുമ്പോൾ അത്രയും താഴ്ചയിലാണ് ഉള്ളതെന്ന് ഫീൽ ചെയ്യിക്കാൻ ഞാൻ അത്രയും താഴ്ചയിൽ പോകണം. അപ്പോൾ അത്രയും താഴ്ച പോയിട്ടാണ് രാജുവിടെ നിന്ന് ചാടിയിരിക്കുന്നതും രാജു ഫ്രണ്ടിലേക്ക് വരുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണമുണ്ട്. പിന്നെ അതിലുപരി ഒരു പാഷനാണ്, ഒരു തരിപ്പാണ് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വേറൊന്നും ആലോചിക്കത്തില്ല. അതെ, അതിനകത്ത് തന്നെ അയാളുടെ നായികയുടെ ക്ലോസ് ഷോട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എക്സ്ട്രീം ക്ലോസ് ആണ്, സാധാരണ ക്ലോസ് അല്ല. നമ്മൾ ഇത്രയും അല്ല ഉപയോഗിക്കുക. അത് കുറച്ചുകൂടെ ക്ലോസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അതൊരു വല്ലാത്ത തീരുമാനമാണ്. ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് സംവിധായകനോ എഡിറ്ററോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളത് ഷോട്ട് എടുക്കാം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, വെറുതെ ഷോട്ട്സ് എടുത്ത് നമുക്ക് സമയം കളയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ സച്ചേട്ടനൊക്കെ എന്താണ് അതിനകത്ത് ഒരു സാധ്യത ഉണ്ടാക്കിയത്, ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡിസ്കഷൻ പറയുക പുള്ളിയായിട്ട്? അതിൻ്റെ നമ്മൾ സച്ചിയുടെ ഒരു ഗുണം, സച്ചിയുടെ എല്ലാം മിക്കവാറൊക്കെ ഡയറക്ടേഴ്സാണ് ചെയ്യാറ്. പക്ഷേ സച്ചിയുടെ ഒരു വലിയ ഗുണം, ആദ്യം കഥ പറയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കൃത്യം മനസ്സിലാവും. എവിടെയാണ് നമ്മൾ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് കൂടുതൽ നമ്മൾ ആർട്ടിസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് വിഷ്വൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് വൈഡ് ഷോട്ട്സ് നമുക്ക് കൂടുതൽ ഇത് ഇങ്ങനെ ചെയ്താൽ ഈ ലൊക്കേഷനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഹീറോ എന്ന് നമുക്കിങ്ങനെ സച്ചി പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ രാജുവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രാജു അതിനകത്ത് ഭയങ്കര സ്പെസിഫിക് ആണ്, ഇന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേറെ കൺഫ്യൂഷനേ ഇല്ല. ഇന്ന സാധനങ്ങൾക്ക് കുറച്ചുകൂടി നമുക്ക് ക്ലോസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം, ഇന്ന സാധനങ്ങൾക്ക് വൈഡറായിട്ട് വർക്ക് ചെയ്യണം എന്നൊരു കൃത്യം ധാരണ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് പിന്നെ ചിലതൊക്കെ നല്ലതല്ലേ, നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഇത് കുറച്ചുകൂടി അവരുടെ കണ്ണുകൾ സംസാരിക്കണം, അവരുടെ മുഖം സംസാരിക്കണം, അവരുടെ ചുണ്ടിൻ്റെ ചെറിയൊരു അനക്കം സംസാരിക്കണം. അവർക്ക് ഡയലോഗൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ചെറിയ കണ്ണ് ഇങ്ങനെ ഒരു ചെറിയ ഒന്ന് അയാളുടെ മുഖത്ത് നോക്കുന്നത് ഫീൽ ചെയ്യിക്കാൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി ദെയർ. നമ്മുടെ ലെൻസ് അവിടെ ഉണ്ടാവണം, ഓഡിയൻസ് അത് കാണണം. സോ അതുപോലെ ആ പ്രണയം ചില പാട്ടുകളിൽ നമുക്കത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല, ആക്ടിംഗ് ആയിട്ട് തോന്നും. പക്ഷെ അവർ അതിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോഴും നമുക്ക് ആ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പടത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് രണ്ടുപേരും നല്ല ആക്ടേഴ്സാണ്. അതുപോലെ അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അണ്ടർ വാട്ടറേ നടക്കുള്ളൂ, വേറൊന്നും നടക്കില്ല, പുറത്ത് വെച്ച് നടക്കില്ലല്ലോ. അപ്പോൾ അതും കൺവിൻസ്ഡ് ആയി വന്നു. രണ്ടുപേരും നല്ല ഡെഡിക്കേറ്റഡ് കക്ഷികളാണ്. അതിനകത്ത് ആ പെൺകുട്ടി ഇപ്പോൾ വേറെ ഏതൊക്കെ ഹിന്ദി സീരിയൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ ഇടയ്ക്കും ആ കുട്ടികളോട് സംസാരിച്ചത് ഭയങ്കര നല്ല ആക്ട്രസ്സാണ്. പിന്നീട് അത് ഇങ്ങോട്ട് വന്നതേ അല്ല. പിന്നെ ആക്ച്വലി ഒരു വലിയ സിനിമകൾക്കൊക്കെ ചെയ്തു പോകേണ്ട ഭയങ്കര നല്ല ആക്ട്രസ്സാണ്, പക്ഷേ വന്നിട്ടില്ല പിന്നീട്. ആ പാട്ടിൽ തന്നെയുള്ള ഒരു വൈഡ് ഷോട്ട് എന്ന് പറയുന്നത് അയാളെ കടലിൻ്റെ നടുക്ക് നിർത്തിയിട്ട് പുറകേക്ക് വലിക്കുമ്പോൾ ഇത് 2-3 പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്. ചില ഷോട്ട്സൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും, നമ്മൾ അനുഭവിക്കുന്ന ഒരു രസം ഉണ്ടാവും, എസ്തെറ്റിക്കലി അത് നമ്മൾ നോക്കിക്കണ്ടിട്ടുണ്ടാവും. പക്ഷേ എഡിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എഡിറ്റിങ്ങിൽ പലതരത്തിൽ ആ ഷോട്ടിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ വരുന്ന സങ്കടം എങ്ങനെ മാനേജ് ചെയ്യും? അങ്ങനെ സങ്കടം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സിനിമയെ മനസ്സിലാക്കാതിരിക്കണം. ആ സിനിമയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ സങ്കടം ഉണ്ടാവില്ല. നമുക്ക്
നമ്മൾ എന്തിനാണ് ഷോർട്സ് എടുക്കുന്നത്? നമുക്ക് ഓഡിയൻസിലേക്ക് ഈ സിനിമ ഈ സീനിനെ കൊണ്ടെത്തിക്കാനാണ്. അതിൽ ഞാനെടുത്ത ഷോട്ട് ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര സ്വാർത്ഥനാണ്. ഒരു സിനിമയ്ക്കൊരു ഒരു ടോട്ടാലിറ്റി ഇല്ലേ, അതിനകത്തേക്കില്ലേ നമ്മൾ നിൽക്കേണ്ടത്. ഇതൊരു പ്രൊഫഷണലിസം വന്ന ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ആദ്യ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ തന്നെയാണോ അപ്രോച്ച്? എനിക്ക് ആദ്യകാലം മുതൽ പ്രൊഫഷണലിസം ഉണ്ടായിരുന്നുണ്ട് തോന്നുന്നത്. അല്ല, ഞാനിതിന് അത്രയും പ്രൊഫഷണലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ എല്ലാ എത്തിക്സും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് കാണുന്നത്. അത് എല്ലാ കാര്യങ്ങളും കേട്ടോ, A to Z എല്ലാ കാര്യങ്ങളിലും. അത് ചിലത് എനിക്ക് സംഭവിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്, അതെനിക്ക് വേണം എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. രഞ്ജിത്തിൻ്റെ കേരള കഫേയിൽ ഷാജി കൈലാസിൻ്റെ കൂടെ ലളിതം ഹിരൺമയം ചെയ്യുമ്പോൾ അത് ഇമോഷണൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരുപക്ഷെ ആ തുടർച്ചയിൽ ഷാജി കൈലാസ് അങ്ങനെ ഒരു പടമായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്, വേറെ വേറെ മൂഡിലുള്ള പടങ്ങളായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു ഇമോഷണൽ ഡ്രാമ വരുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അതൊരു ചെറിയ പടമാണ്, പക്ഷേ ഭയങ്കര ഇൻറ്റൻസായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന കുറേ സംവിധായകരാണ് അതിനകത്തുള്ളത്. ആ ചെറിയ പടം ആണല്ലോ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്, പടത്തിലെ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഷാജി കൈലാസ് സാറിൻ്റെ അതുവരെയുള്ള പടങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ്, ഇതൊരു പുതിയ കഥയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സംസാരം പോയത്? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അതിനകത്ത് വേറെ ഒരു പ്രശ്നം സംഭവിച്ചില്ല. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ അതിനു മുമ്പ് 16 മുമ്പിൽ ഒരു ചെറിയ സിനിമ നയനം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്, വളരെ മുമ്പ്. അത് അവിടെ വെച്ചിട്ട് വളരെ ചെറിയൊരു സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അന്ന് അതിനു മുമ്പ് ചെയ്ത ഏതൊരു സിനിമയിൽ, ഏതൊരു ഷാജി സാറിൻ്റെ ഒരു തമിഴ് സിനിമയിൽ ഞാൻ അസോസിയേറ്റാണ്. അപ്പോൾ ഫൈറ്റ് എടുക്കുന്ന ദിവസം ഞാനും ഷാജി സാറും കൂടി വേറൊരു ഷൂട്ട്, വേറൊരു സെപ്പറേറ്റ് പരിപാടി ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതിന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി 2 ദിവസം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അത് സാറിന് ഇഷ്ടപ്പെട്ട് കാണണം. അങ്ങനെയാണ് ഇത് ഇങ്ങനൊരു ചെറിയ സാധനം പ്ലാൻ ചെയ്തപ്പോൾ പുള്ളി എന്നെ ശരി എന്നാൽ പിന്നെ അവനൊന്ന് പരീക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ് വിളിച്ചത്. എനിക്ക് ഇതിനകത്ത് നടക്കുന്ന മറ്റ് കഥകളോ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടോ, മറ്റ് ക്യാമറമാൻസ് ഉണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് ഫിലിമായിരുന്നു. ചെറിയ ഫിലിമാണ്, ഷോർട്ട് മൂവിയാണ്. ഇത്ര ദിവസം വേണ്ടു, 3 ദിവസമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ, 3 ദിവസം കൊണ്ട് ചെയ്യണം. ഓക്കെ, ഇത് മാത്രമേ അറിയാവൂ. മറ്റതൊക്കെ ചിലപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള അധികാരന്മാർ പുറത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പേടി വന്നേനെ. അങ്ങനെ പേടി ഭാഗ്യത്തിന് ഉണ്ടായില്ല. പിന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണല്ലോ. നമ്മൾ ആദ്യത്തെ ഒരു സിനിമ, അതും ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു വമ്പൻ പേരെടുത്ത് നിൽക്കുന്ന വമ്പൻ നിരയുള്ളൊരു സംവിധായകൻ, പുള്ളിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും നമ്മളതിനകത്ത് കൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എസ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ വിളിച്ചിട്ട് അത് നല്ല ഗ്രേഡിങ് ആയിരുന്നു കേട്ടോ, നല്ല കളറിങ് ആയിരുന്നു കേട്ടോ, നല്ല ഷോട്ട്സ് ആയിരുന്നു കേട്ടോ, ചിലർ നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതിങ്ങനെ പറഞ്ഞ് പലരും പല രീതിയിലാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ചിലർ ധന്യാമേരി വർഗീസ് അതിനകത്ത് അഭിനയിച്ചിരുന്നു. അപ്പം ലിജോ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ലിജോയുടെ നായകൻ എന്നെ വിളിച്ചത് ഞാൻ ഈ സിനിമയിൽ ധന്യാമേരി വർഗീസിനെ പോർട്രേ ചെയ്ത് കണ്ടിട്ടാണ്. അടിപൊളി. അപ്പം ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സിനിമയിൽ ഉദ്ദേശിച്ചത്. എനിക്കത് കിട്ടിയില്ല, പക്ഷേ എനിക്ക് അടുത്ത ഷെഡ്യൂളിൽ നീ വരാമോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഞാൻ നല്ലതാണ്, ബാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ആർക്കും ബുദ്ധിമുട്ടില്ല, ഞാൻ നായകൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിറ്റി ഓഫ് ഗോഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ ലിജിയുടെ അടുത്ത് പെട്ടെന്നുണ്ടായി. അപ്പോൾ വളരെ ആഗ്രഹിച്ചും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു മോറൽ സൈഡ്. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ട്രോളി മൂവ് ചെയ്യുക, പക്ഷേ എല്ലാത്തിലും ഒരു ഇമോഷൻ ഉണ്ട്. അതിനകത്തൊരു സ്ലോ പേസിലാണ് ആ സാധനം അവിടെയൊക്കെ പറയുന്നത്. കാരണം ഇമോഷൻസ് ആണ് കംപ്ലീറ്റ് സാധനങ്ങൾ. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ചില അഴകപ്പൻ സാറിൻ്റെ, എനിക്ക് തോന്നുന്നു ശ്യാം സാറിൻ്റെ സിനിമ ഒരേ കടൽ, അതിനകത്ത് ചില ട്രോളി മൂവ്മെൻറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് നമുക്കത് സിനിമ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നത്. എന്ത് രസമായിട്ടാണ് ഇതെങ്ങനെ ഇവരിങ്ങനെ എത്തിയെന്നൊക്കെ നോക്കുമല്ലോ. അതേപോലെ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ സംഭവം എന്നുള്ളത് മനസ്സിലായൊരു സാധനമായിരുന്നു. ചെറിയ സിനിമയാണെങ്കിൽ ഷാജി സാറിൻ്റെ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് വന്നതുകൊണ്ടാണ് എസ്പെഷ്യലി ശ്രദ്ധിക്കാൻ. അതെ സാറിൻ്റെ മറ്റ് വേറൊരു സാറിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വർക്കായിരുന്നു.
ആ പടത്തിന് വേറെ പല പ്രത്യേകതയുണ്ട്. അൻവർ റഷീദ് എന്ന് പറയും ബ്രിഡ്ജൊക്കെ ചെയ്ത് അതിനകത്തായിരുന്നു വന്നതെന്നുള്ളത്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ സിറ്റി ഓഫ് ഗോഡിൽ ഒരു ആക്സിഡൻ്റാണ് നമ്മൾ റിവേഴ്സ് വീണ്ടും വീണ്ടും കാണിക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിനിമ, പുറത്തൊന്നും ഞാൻ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. റിവേഴ്സ് ഓർഡറിൽ പറയുന്ന ഒരു കഥ പറച്ചിൽ രീതി. അതിൽ ആക്സിഡൻറ്റിനെ പല ആംഗിളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആ മരത്തിൽ, മീൻസ് വിളക്കുമരം, മലയാളമാണ് കേട്ടോ, ലൈറ്റിൽ വന്നിട്ട് ഇടിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫീലുണ്ട്. ഇത് അസാധ്യ മേക്കിംഗ് ആണല്ലോ എന്ന് പറയുന്നത്. ആ സാധനത്തിന് എന്തുമാത്രം പ്രിപ്പറേഷൻ ഉണ്ട് ആ ഒറ്റ ഇടിക്ക്. അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു അന്ന്. അത് സെറ്റായിരുന്നു. അങ്ങനൊരു സ്ഥലം, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പരിമിതിയുള്ള ബഡ്ജറ്റിനകത്ത് നിന്ന് ചെയ്തൊരു സിനിമയാണ്. അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഒരു 3 ലെയർ ഓഫ് ലൈറ്റിംഗ് അവിടെ ചെയ്യണം സ്വാഭാവികമായിട്ടും. നമ്മൾ ഈ ക്യാമറ കയ്യിൽ കൊണ്ട് നടക്കൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലാണ് അത് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. ശരിക്കും അതൊരു ഭയങ്കര ലോ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തു തീർത്തൊരു സിനിമയാണ്. അപ്പോൾ അതിന് ലൈറ്റ് ചെയ്യണമെങ്കിൽ അതിന് ലൈറ്റ് ചെയ്യണമെങ്കിൽ ലെൻസിങ് ചെയ്യണമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ലേ, അന്നും ഈ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള കെൽപ്പില്ലായിരുന്നു. കാര്യം അതിനൊരു ബലൂൺ ലൈറ്റ് ഏറ്റവും മുകളിൽ വേണം. ഈ ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ആകണം. എന്നിട്ട് മറ്റേ ലൈറ്റിൻ്റെ അവിടെയാണ് അത് നടക്കേണ്ടത്. അത്രയും വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അത്രയും ലൈറ്റ് കിട്ടാൻ നമ്മൾ അങ്ങനൊരു വലിയ സെറ്റപ്പ് അവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഡയമെൻഷൻ വേണ്ട ഒരു സാധനമാണ് നമ്മൾ. പക്ഷേ അന്ന് ആ പടം 2 യൂണിറ്റ്, റോഡ് മുഴുവൻ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു യൂണിറ്റ് ഉപയോഗിച്ചു, ഇപ്പുറത്ത് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വേറൊരു യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ. കാര്യം അന്ന് ആ റോഡിൽ മുഴുവൻ ലൈറ്റ് കിട്ടാണ് ഇന്ദ്രൻ്റെ വരവും ഇന്ദ്രൻ പാർവതികളുടെ വരവും ഒക്കെ മറ്റൊരു ടെമ്പോയിൽ വരുന്നതും ഇതൊക്കെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ടെമ്പോയാണ് ആ ടെമ്പോ വന്നിടിക്കുന്ന ക്വാളിസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ മിനിമൽ സെറ്റപ്പിൽ നമ്മൾ ഫുൾ ഓപ്പണൊക്കെ ആയിട്ട്, ടെക്നിക്കലി ഞാൻ പറയാം, ഫുൾ ഓപ്പൺ ആയിട്ട് ഇതിനകത്ത് ലെൻസിങ് പോലും നമുക്ക് കോമ്പാക്റ്റ് ആയിരുന്നു, ഭയങ്കര കോമ്പാക്റ്റ് ലെൻസസ് ആയിരുന്നു. അപ്പോൾ എന്നൊരു ക്രെയിനിൻ്റെ ഏറ്റവും മണ്ടയ്ക്കൊക്കെ കയറ്റി ഞാൻ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫുൾ ഹൈറ്റൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടാണ് എഡ്ജെങ്കിലും കിട്ടുന്നത് എൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ അധികം സ്ട്രഗിൾ ചെയ്തിരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സ്ട്രഗിളിനൊരു റിസൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, അത് നല്ല റിസൾട്ട് ഉണ്ടായി. അതിൽ തന്നെ പാട്ട്, പാർവതിയും ഇന്ദ്രയത്തും കൂടെയുള്ള പാട്ട്, സാധാരണ രീതിയിൽ ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ പ്രണയവും കണക്റ്റ് ആവില്ല എന്ന് പറയുമ്പോൾ ഈ പാട്ട് കണക്റ്റായ പാട്ടാണ്, രസമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പലപ്പോഴും ഈ ഇമോഷൻസൊക്കെ അവരൊക്കെ കാണിക്കേണ്ടത് ക്യാമറയില്ല. ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഈ ക്യാമറാമാനും ഈ നടനോ ഒക്കെ കൂടെയാണ്. നിങ്ങളുടെ കണ്ണിൽ നോക്കിയാണ് ശരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഇമോഷൻസൊക്കെ കാണുന്ന സമയത്ത് ഇത് ഓക്കെ ആണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുമല്ലോ, ചിലത് ഓക്കെ അല്ല എന്ന് പറയുമല്ലോ. ഈ സജഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേസമയം ഇത് ആസ്വദിക്കാൻ പറ്റുമോ? ആ സമയത്ത് ഇവരുടെ ഒരു ഇമോഷൻ നന്നായി വരുമ്പോൾ നമ്മൾ എന്തിലായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക എന്നറിയാൻ താല്പര്യം. ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്. അതുകൊണ്ട് അത്തരം ഇമോഷൻ അവിടെ നടക്കുമ്പോൾ എന്നെ ഇമോഷൻ ബാധിക്കാറില്ല. പകരം അത് ഓക്കെ ആണോ, ഇത് മതിയോ, അതിന് ടെക്നിക്കൽ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ആ ടെക്നിക്കൽ പോയിന്റ്സ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാതെ പോകും. ഞാൻ ടെക്നിക്കൽ പോയിന്റ്സിനകത്ത് നിന്നിട്ട് അതിനെ കാണാറുള്ളൂ, എപ്പോഴും അതിനെ കാണാറുള്ളൂ. ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നോക്കില്ല ആ സമയത്ത്. ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അതിനെ നോക്കുന്നത്. എന്നാലല്ലേ നമുക്കതിനെ മനസ്സിലേക്ക് കയറ്റാതെ നമുക്കതിനെ കറക്റ്റാണോ ശരിയാണോ, കുറച്ചുകൂടി വേണമോ, കുറച്ചുകൂടി കുറവ് മതിയോ, ഓവറായോ പുള്ളി ചെയ്തത്, അല്ലയോ കണ്ണുനീര് വരണമോ, കുറച്ച് വന്നാൽ മതിയോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇമോഷണലി അത് കണക്റ്റ് ആകേണ്ട കാര്യമില്ല, ഇമോഷണലി കണക്റ്റ് ആകരുത് എന്നുള്ളതാണ്. എന്നിട്ടും പല സ്ഥലത്തും പല ഡയലോഗ് പറയുമ്പോഴും ചിലപ്പോൾ ഒരു വൈഡ് ഷോട്ടൊക്കെ വെക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ചിലപ്പോൾ കണ്ണുനീരൊക്കെ വരാറുണ്ട്. പക്ഷേ അത് മേ ബി ബാക്കി നമ്മൾ സേഫാണ്, ഉത്തരവാദിത്വം കുറവുണ്ടെന്ന് തോന്നുന്ന ചിലപ്പോൾ ചില ഷോട്ട്സുകൾക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ബാക്കി ആക്ടേഴ്സും അതൊക്കെ അവർ ചെയ്തോളും, നമുക്ക് ഫ്രെയിം മാത്രം ബാലൻസ് ചെയ്താൽ മതി, ബാക്കി അവർ പെർഫോം ചെയ്തോളും, അങ്ങനെയുള്ള ആക്ടേഴ്സ് ആയിരിക്കും ചില മുമ്പിൽ നിൽക്കുന്നത്. ദൃശ്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലാൽ സാറും മറ്റേ സിദ്ദിഖേട്ടനും ആശയും കൂടി ഒരു സ്ഥലത്തും ലാൽ സാർ ഒരു സ്ഥലത്തും നിങ്ങളുടെ അവർ രണ്ടുപേരും കൂടെ ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ഉണ്ട് ആ പുഴയുടെ വക്കത്ത് നിന്നുണ്ട്. അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിദ്ദിഖേട്ടനൊക്കെ പറയുന്ന ഡയലോഗിനകത്ത് നമ്മുടെ കണ്ണ് നിറയും. ലാൽ സാറൊക്കെ പറയുമ്പോൾ നമുക്ക് നിറയും. പക്ഷേ ഇമോഷണലി അവിടെ ഇമോഷൻ നമ്മളവിടെ കട്ട് ഓഫ് ആവണം. എങ്കിലാണ് അത് കറക്റ്റാണോ, ഇത് മതിയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. 2, നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യമില്ലേ, ഇത്
ഡിജിറ്റൽ വരണയ്ക്ക് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റർ സിസ്റ്റം വരണയ്ക്ക് മുന്നേ ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡയറക്ടറിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ രണ്ട് മോണിറ്റർ, 3 ക്യാമറ ഉണ്ടെങ്കിൽ 3 മോണിറ്റർ ഉണ്ടാവും. അവർ ആ സമയത്ത് ആ സ്പോട്ടിൽ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു സിനിമാറ്റോഗ്രാഫറുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്തൊരു ഈവൻ ഔട്ട് ഓഫ് ഫോക്കസ് വന്നാൽ പോലും അത് സിനിമാറ്റോഗ്രാഫറുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ. കാരണം എല്ലാവരും ഇത് ജഡ്ജ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഇമോഷൻ മാത്രമേ നോക്കിയുള്ളൂ, മറ്റേത് മാത്രമേ നോക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതല്ല പണി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനല്ല, അത് എല്ലാവരും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൂസിഫർ പൃഥ്വിരാജിനെയാണ് ഡയറക്ടറായി, അതുവരെ അഭിനേതാവായി കണ്ടിരിക്കുന്ന ഒരാളിനെയാണ് നമ്മൾ ഡയറക്ടർ സൈഡിൽ കാണുന്നത്. അതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ പറയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലൂസിഫറിൽ ഷോട്ട് ഇപ്പം ഇന്ന ഹൈറ്റിൽ വേണം, ഇപ്പോൾ ലോ ആംഗിളൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കൂടെ നമ്മൾ വെറുതെ ലോ ആംഗിൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ചവിട്ട്, അപ്പോൾ എത്ര ലോ വേണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തീരുമാനിക്കണം. ആ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പൃഥ്വിരാജിനെ അറിയാം, പക്ഷേ എങ്കിലും നമുക്കത് എത്രത്തോളം ഫീൽ ചെയ്യിപ്പിക്കാൻ സാങ്കേതികമായി അറിയുന്ന ഒരാളും കൂടിയാണ് പൃഥ്വിരാജ്, അതെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഇത്ര ലോ മതി എന്നുള്ളത് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തരുമോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുമോ? ഇതൊരു എല്ലാ സമയത്തും എത്ര അറിഞ്ഞാലും എത്ര അറിവില്ലെങ്കിലും ഇതൊരു ടീം വർക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം, എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഈവൻ രാജു ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള സജഷൻസും പറയാം. അങ്ങനൊരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ടീമാണത്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഞങ്ങൾ സിനിമയല്ലാതെ മറ്റു കാര്യങ്ങൾ വളരെ ചുരുക്കമേ സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ സിനിമ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും അത്രയും സീരിയസ് ആയിട്ടുമാണ് സംസാരിക്കാറ്. മറ്റു വിഷയങ്ങൾ മറ്റെല്ലാവരെയും പോലെ എല്ലാ ചളികളും ഉള്ള ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതൊന്നുമല്ല, അതൊക്കെ മനുഷ്യൻ്റെ ഒരു, നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാ തരത്തിലുള്ള അവസ്ഥകളിലും കൂടി പോയാലാണ് നമ്മളൊരു മനുഷ്യനാകുന്നത്. അല്ലാതെ നമ്മളൊരു ടിപ്പിക്കൽ ഇങ്ങനെ സംസാരിക്കാവൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു ഫ്രീഡമില്ല. നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡവും എല്ലാ സ്ഥലത്തും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ചെയ്യുന്ന കുറേ പരിപാടികളുള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും. ഇപ്പോൾ നിങ്ങൾ ചോദ്യം ഇതാണ്, ഇതിനകത്ത് പൃഥ്വിരാജ് തന്നെയാണോ തീരുമാനിക്കുന്നത്, അത് നമുക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. കാരണം ഞാനിപ്പോൾ ഒരു വാക്കിൽ പറഞ്ഞാൽ പൃഥ്വിരാജ് അല്ല തീരുമാനിക്കുന്നത് പറയാം, പൃഥ്വിരാജാണ് തീരുമാനിക്കുന്നതും പറയാം. രണ്ടായാലും പുള്ളിക്കാണ് കുറ്റം. എനിക്ക് പൃഥ്വിരാജിന് കുറ്റം പറയാൻ താല്പര്യമില്ല. ഒന്ന്, ഞാൻ പറഞ്ഞത് ഇതൊരു ടീം വർക്കാണ്. രാജുവിന് ഇങ്ങനൊരു പൃഥ്വിരാജിന് ഇങ്ങനൊരു ഷോട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആലോചിക്കണം. അല്ലാതെ ഞാൻ പുള്ളി പറയുന്നൊരു ഷോട്ട് എടുത്തു കൊടുക്കുക മാത്രം ചെയ്താൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഓപ്പറേറ്റർ. അതിനപ്പുറത്തേക്ക് ഒരു സിനിമാറ്റോഗ്രാഫർ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ സജഷൻ ഉണ്ടാകാം. ഇപ്പോൾ അതല്ലാതെ ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുടെ സജഷൻ ഉണ്ടാകും, രാജുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുടെ സജഷൻ ഉണ്ടാകും. ഇതെല്ലാം അംഗീകരിച്ച് ഇതിനകത്തൊരു ഫ്രെയിമിലേക്ക് വരികയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുപരി രാജുവിന് ചില പർട്ടിക്കുലർ സാധനങ്ങളുണ്ട്. അതായത് ഇതാണ് എൻ്റെ ആവശ്യം കേട്ടോ, ഇത്രയും ഇരിക്കണം, അവിടെ മുതൽ ഇങ്ങനൊരു സാധനമാണ് എനിക്ക് വേണ്ടത്, അതിനകത്ത് ഇത്രയും ആൾക്കാർ വരും, ഇങ്ങനെയാണ് പരിപാടി, ഇത് അത്രയും കോമ്പാക്റ്റ് ആയിരിക്കണം, ഈ വൈഡ് വേണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളല്ല. ഇതൊരു ഇൻസിസ്റ്റ് ചെയ്ത് പറയുമല്ലോ, ഇതൊരു ഇറ്റ്സ് എ ക്രിയേറ്റിവിറ്റി. അതിനകത്താണ് നമ്മൾ നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും. അതിൻ്റെ ടോണ്, ലൂസിഫറിൻ്റെ ടോൺ ഇങ്ങനെ മതി അല്ലെങ്കിൽ കളറ് ഇങ്ങനെ മതി എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ് പ്രൊഡക്ഷൻ്റെ? ആദ്യം മുതലേ ഡിസ്കഷൻ തുടങ്ങുന്നത് പോലെ നമുക്ക് അറിയാം. നമുക്ക് ഓക്കെ, വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് കൂടുതലും ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് നമ്മൾ ബ്രൗണിഷ് ഗ്രൗണ്ടും ഗ്രീൻ ട്രീസും ബ്ലൂ സ്കൈയും ഉണ്ടാകും. ഇതിനെ ഏത് തരത്തിലാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളുടെ ഒരു ഘട്ടം ഏത് വരെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്? ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇതിനോട് മെർജ് ചെയ്ത് നിൽക്കണമോ? ഇനി വില്ലൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കക്ഷി വരുമ്പോൾ ഇതിൻ്റെ കൂടെ നിർത്തണമോ അതോ വേറിട്ട് നിർത്തണമോ? ഇങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരിക്കും സംഭവിക്കുന്നത്, ലൊക്കേഷനിൽ വന്നിട്ടല്ല. തീർച്ചയായിട്ടും അതിനനുസരിച്ചൊരു ഗ്രേഡ് ചെയ്യാൻ പാകത്തിനായിരിക്കും നമ്മുടെ എല്ലാ ലൈറ്റിംഗ് ഉൾപ്പെടെ, ഷൂട്ട് ഉൾപ്പെടെ, ലെൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഉൾപ്പെടെ.
ലെൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സ്ലൈറ്റ്ലി സോഫ്റ്റ്വെയർ ഇമേജസ് നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന ലെൻസസ് ഉണ്ട്, ഭയങ്കര ഷാർപ്പർ ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്ന ലെൻസസ് ഉണ്ട്, ക്യാമറാസ് അങ്ങനെയുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പോലും ഇത്തരം ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും. ഈ എന്തായാലും ലൂസിഫറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ തുടർന്ന് വരുന്നൊരു ചോദ്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എമ്പുരാൻ എന്താണ് അവസ്ഥ, എന്തൊക്കെ പറയാൻ പറ്റുക? എമ്പുരാനെ കുറിച്ച് ഷൂട്ട് നടക്കുന്നു എന്ന് പറയാൻ പറ്റും. ഷൂട്ട് നടക്കുന്നു. ലൂസിഫർ പോലെ വളരെ ചെറിയൊരു സിനിമയാണ് എമ്പുരാൻ എന്നും പറയാം. ലൂസിഫർ പോലെ ഒരു ചെറിയ സിനിമയല്ല എമ്പുരാൻ, അത് ഞങ്ങൾക്കറിയാം. ഇത് എത്ര ഹൈയിലായിരിക്കും വരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഞാൻ ഉത്തരം പറയാൻ ആളല്ല. ഒന്ന്, എല്ലാവരും പറയും ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് സിനിമ വളർന്നില്ല എന്ന് പറയും. എന്തിനാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ ചോദിക്കും. എൻ്റെ ചോദ്യവും ഉത്തരവും അതിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു കഥ പറയുന്നു, ആ കഥ കണ്ടു കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലേ? പക്ഷേ ഞങ്ങൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധിയെ ഞങ്ങൾ മാനിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഏത് തരം എക്സ്പെക്ടേഷനാണ് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉത്തരം പറയാം. മീറ്റ് ചെയ്യാൻ പറ്റില്ല, അറിയില്ലല്ലോ നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നമുക്ക് അറിയില്ല. പിന്നെ നമുക്ക് ഞാൻ അതിനൊരു ഉത്തരം പറയാൻ ആളല്ല, ഉത്തരം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനും അപ്പുറത്തേക്കും നല്ല മറുപടി ഇല്ലതാനും. ഈ സിനിമാറ്റോഗ്രാഫർ ആവണമെന്നുള്ളത് മനസ്സിൽ ആഗ്രഹിച്ച് തന്നെ ചെയ്ത, ഇപ്പം 30 വയസ്സിനുള്ളിൽ ഇങ്ങനെ ആവണം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത ഒരാളാണ്. ഇന്ന ഘട്ടത്തിൽ നമ്മൾ തമിഴിലേക്ക് പോകണം, അല്ലെങ്കിൽ തെലുങ്കിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഇത് ഭയങ്കര പാടുള്ള പരിപാടിയല്ലേ? അങ്ങനല്ല, പൗരകുല പറഞ്ഞ പോലെ നന്നായിട്ട് ആഗ്രഹിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ കണ്ടിട്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞ അമ്മ ഞാനൊരു സിനിമാക്കാരനാകും. അപ്പം അമ്മ ഇങ്ങനെ നോക്കി പോയി. കാര്യം സിനിമയൊന്നും ആ വഴിക്ക് നമ്മുടെ ആ പരിസരത്തുകൂടി നമുക്ക് നമ്മുടെ താമസിക്കുന്ന പരിസരത്തുകൂടി സിനിമയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആവില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ എന്നെ ബാങ്ക് മാനേജറാക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. ഒരു കണ്ണാടി കൂട്ടിനെ തടച്ചിടണമെന്നായിരുന്നു. അത് തീരെ നമുക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് അന്ന് തന്നെ നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സിനിമകൾ കണ്ട് ശീലിക്കുന്നൊരു പതിവ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ 10ാം ക്ലാസ് വരെ ഭയങ്കര അച്ചടക്കമുള്ളൊരു കുട്ടിയായിരുന്നു. കാരണം അച്ഛൻ്റെ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അച്ഛൻ ആ സ്കൂളിൽ തന്നെ ഉണ്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും അച്ഛൻ അറിയും. അപ്പോൾ പ്രീ ഡിഗ്രി ആയപ്പോൾ, അന്ന് പ്രീ ഡിഗ്രിയാണ്, +1 അല്ല, പ്രീ ഡിഗ്രി ആയപ്പോഴാണ് നമുക്കൊരു ചെറിയ സ്വാതന്ത്ര്യം കിട്ടുന്നത്. പ്രീ ഡിഗ്രി ആയപ്പോൾ മുതൽ സിനിമകൾ കണ്ടു തുടങ്ങി നന്നായിട്ട്. സിനിമകളുടെ ആവേശം കൊണ്ട് മറ്റ് കൂട്ടുകാരെ കൊണ്ട് കഥകൾ ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആദ്യം ഡെഫിനറ്റ്ലി നമ്മുടെ ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആക്ടർ ആകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആക്ടറാകാൻ കുറേ അധികം കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി. ഡിഗ്രി കഴിയുന്നതോടുകൂടി ഞാൻ നാടകങ്ങൾ, ഡിഗ്രിയുടെ പകുതി വെച്ച് നാടകങ്ങൾ ചെയ്തു തുടങ്ങി. അത് കുറേ ആക്ടിങ് തന്നെയാണ്. ഡിഗ്രി കഴിയുന്നതോടുകൂടി നാടകങ്ങൾ സംവിധാനം ചെയ്തു തുടങ്ങി. സ്കൂളിലും മറ്റ് കോമ്പറ്റീഷൻസിനുമൊക്കെ നമ്മൾ സംവിധാനം ചെയ്ത നാടകങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും, ഇപ്പോൾ ആക്ടിങ്ങിനായാലും മറ്റേതിനായാലും കുറേ അവാർഡ്സ് ആ സമയത്ത് പല സ്റ്റേജിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പിറേഷനായിരുന്നു വീണ്ടും ഇതിനകത്ത് തന്നെ നിൽക്കണം. അപ്പോഴൊക്കെ ഞാൻ സിനിമ ട്രൈ ചെയ്യുന്നുണ്ട് പല വഴിക്കും. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അതൊന്നും ഫലവത്തായിട്ടില്ല. പിന്നീടാണ് ഞാനൊരു ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ജോലി വേറൊരു സ്ഥലത്ത് സ്റ്റുഡിയോയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് ഈ നാടകങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇതിനകത്തൊരു ലൈറ്റിംഗ് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കും. ഈ ലൈറ്റിംഗ് പാറ്റേണിന് 1-2 പ്രാവശ്യം അവാർഡ്സ് കിട്ടി. സമ്മാനം കിട്ടി. അവാർഡ്സ് എന്ന് പറഞ്ഞാൽ സമ്മാനം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം കിട്ടി. അതൊക്കെ ഒരു ഇൻസ്പിറേഷനായിരുന്നു. ഓക്കെ, ഇതിലേക്ക് ഇങ്ങനൊരു ടെക്നിക്കൽ പരിപാടി നമ്മുടെ കയ്യിലുണ്ട് എന്നൊരു ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ 1-2 കസിൻസിൻ്റെ ക്യാമറയൊക്കെ ഉണ്ട്, ജെനിത്ത് എന്ന് പറഞ്ഞ് പഴയ ജെനിത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എടുക്കുന്ന 1-2 ഫോട്ടോസ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ കൊള്ളാം. അപ്പോൾ പിന്നെ ഓക്കെ, ഇങ്ങനൊരു പരിപാടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു തുടക്കം തുടങ്ങിയത്. പക്ഷേ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു, അതുകൊണ്ട് നന്നായി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സിനിമയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറേ സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്തു. ആദ്യം സംഗീതവിഷൻ എന്ന സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്തു. സംഗീതവിഷൻ, വീഡിയോ മാറ്റ്, ശ്രീ മൂവീസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു അവിടെ. അതിലൊക്കെ അവരൊക്കെ സീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കയ്യിൽ ക്യാമറാസ് ഉണ്ട്. അതിൻ്റെ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു ആദ്യം. ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റൻ്റ് ആയിരുന്നു. സ്റ്റാൻഡൊക്കെ തൂക്കി നടക്കുക. അതിനുശേഷം പിന്നെ മറ്റേ ക്യാമറ തൂക്കി നടക്കുക, പിന്നെ ഫോക്കസ് പുള്ളർ, അങ്ങനെയുള്ള തസ്തികകളിൽ ഇങ്ങനെ മാറി മാറി വന്ന് എനിക്ക് തോന്നുന്നു പി ചന്ദ്രകുമാർ സാറാണ് എന്നിലൊരു
ക്യാമറമാൻ ഉണ്ടെന്ന് ആക്ച്വലി പുള്ളി തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. അദ്ദേഹം ചെയ്യുന്നൊരു സീരിയലിൽ ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് പോവുകയും അവിടെ നിന്ന് തെലുങ്കിൽ നിന്നൊന്ന് ഒരു ക്യാമറമാനായിരുന്നു അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കിഷൻ സാഗർ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു മതിപ്പ് തോന്നി. 1-2 ഷോർട്സൊക്കെ ഞാൻ എടുക്കുന്നുണ്ടപ്പോൾ പുള്ളി അത് ഓക്കെ പറഞ്ഞു, നന്നായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാഷ് വന്നപ്പോൾ പുള്ളി എന്നെയാണ് വിളിച്ചത്, വേറെ ആരെയും വിളിക്കാതെ. അപ്പോൾ ഒരു ക്യാമറ അസിസ്റ്റൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പെട്ടെന്നൊരു ക്യാമറമാനായ നാളെ മുതൽ നീ വർക്ക് ചെയ്യും 4 ദിവസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു, നമ്മുടെ സ്റ്റുഡിയോയിലുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ടീമിനും ഇഷ്ടപ്പെട്ടു. അവരുടെ അടുത്ത വർക്ക് എന്നെ കൊണ്ട് ചെയ്യിച്ചു. അതായിരുന്നു മരുഭൂമിയിൽ പൂക്കാലം എന്ന് പറഞ്ഞൊരു വലിയ സീരിയൽ ഉണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നിട്ട് വളരെ സ്ക്രാച്ചിൽ നിന്ന് കല്യാണം കഴിക്കുന്നതോടുകൂടി ഇനി സിനിമയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സിനിമാറ്റോഗ്രാഫർ ആവാൻ കഴിയില്ല എന്ന് സങ്കടപ്പെടുന്നു. അവസാനം മഞ്ജു ചേച്ചിയോട് പറയുന്നു. അവസാനം മഞ്ജു ചേച്ചിയാണ് ഉപദേശിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. അത് ശരിയാണോ കഥ? ഡെഫിനറ്റ്ലി ശരിയാണ്. അന്ന് ഞാൻ മഞ്ജുവിന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ സിനിമ മീൻസ് അന്ന് ക്യാമറമാനായി, മറ്റേ സീരിയൽസ് ചെയ്യുന്നു, കല്യാണം നടക്കുന്നു. അപ്പോൾ നമ്മൾ തീരുമാനിക്കപ്പെടുന്നു ഇനി ഇല്ലല്ലോ, കാര്യം ഫാമിലിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് പട്ടിണി കിടന്നൊന്നും ഇനി ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, കാര്യം സാമ്പത്തികം വേണ്ട സമയമല്ല. അപ്പോൾ മഞ്ജുവിനെയും നമ്മുടെ കുടുംബത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട നമ്മുടെ ചുമതല നമ്മുടെ അല്ലേ, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ അല്ലേ. അപ്പോൾ അത് മഞ്ജു ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, 1-2 വർഷം പ്രഗ്നൻ്റ് ആയ മോളുണ്ടായിട്ടും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഞ്ജു വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഇങ്ങനെ കിട്ടി വരുന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നിന്നിട്ട് എനിക്ക് മറ്റത് വിടാൻ പറ്റുന്നില്ല ഇപ്പോഴും, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മഞ്ജു പറഞ്ഞു ഞാനെന്താ, നമ്മൾ കുറച്ച് പട്ടിണി കിടക്കും, അത്രയല്ലേ ഉള്ളൂ, ധൈര്യമായിട്ട് പോകും, ബാക്കി വരുന്ന വഴിക്കാണ്. അതാണ് വേറെ ലെവൽ സാധനം. അപ്പം ഞാനൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓൺ സ്പോട്ട് കട്ട് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്ന് ഇത്ര ദിവസം കൂടി ഞാനുള്ളൂ, ഞാനില്ലാന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ച് ഞാൻ ജോയിൻ ചെയ്യണം സാർ എന്ന് പറഞ്ഞു. രാജരത്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അദ്ദേഹം ചെന്നൈ തമിഴ്നാട്ടിലൊരു കക്ഷിയാണ്. അദ്ദേഹം അന്ന് ഒരു തെലുങ്ക് സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഞാൻ അതിന് ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു 2004 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2004 മുതൽ 2009 വരെ ഞാൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇടയ്ക്ക് മഞ്ജു ചേച്ചിയുടെ ഹോമിന് ശേഷമുള്ളൊരു പെർഫോമൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ കിട്ടിയൊരു സ്പേസ് ഉണ്ട്. പെർഫോമൻസ് നേരത്തെ ഉണ്ടാവും, പക്ഷേ നമ്മളറിയുന്ന ഒരു മഞ്ജു പിള്ള എന്ന് പറയുന്ന സിനിമാ നടി ബാക്കിയുള്ള ഏരിയകളിലൊക്കെ ടോപ്പാണ്. അപ്പോൾ സിനിമാ നടി എന്നുള്ളത് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഹോമിന് ശേഷം കുറേ പടങ്ങളുണ്ട്. ഈ ഫാലിമിയിൽ കാണുന്ന സമയത്തും ഞാൻ വിചാരിച്ചു അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നിട്ട് ഇത് എങ്ങനെയാണ് നോക്കിക്കാണാം? എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ആ ഒരു സക്സസ്സും ഒരു സ്പേസും ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നോക്കി കാണുമ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു ഭയങ്കര വലിയ നിലയിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഭീകരമല്ലേ. ഫ്രണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 2020 ഞാൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ ഞങ്ങൾ ഡിവേഴ്സ് ചെയ്തു. ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് ഫ്രണ്ടാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി യെസ്. ഇപ്പോഴും അതിൻ്റെ എല്ലാ കണക്ഷൻസും എല്ലാ സൗഹൃദങ്ങളും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിൻ്റെ ഇത്തരം അവസ്ഥകൾ മുഴുവൻ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ നോക്കി കാണുന്നത്. പല സമയത്തും നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഈ വർക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തമിഴിലേക്ക് പോകണം, തെലുങ്കിലേക്ക് പോകണം, ഇല്ലെങ്കിൽ അത്തരം ഭാഷകളിലൊക്കെ ചെയ്യുമ്പോഴും ഇംഗ്ലീഷിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ സിനിമ അല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. സുജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഹോളിവുഡ് സിനിമയാണ്. അത് മനസ്സിലുണ്ടോ? അത് ഏത് വർഷമായിരിക്കും? തമാശ ക്വസ്റ്റ്യൻ ആയിട്ട് കരുതണ്ട. ഞാൻ ഒരിക്കലും ഇത് തമാശയായിട്ട് എടുക്കുന്നുമില്ല. എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഇത് പറഞ്ഞിരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ വളരെ അടുത്ത സർക്കിളുകളിൽ പലപ്പോഴും ഇത് പറയാറുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ മരിക്കുന്നതിന് മുന്നേ ഒരു ഇംഗ്ലീഷ് സിനിമോഗ്രാഫി ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും ധാരണ. അതെനിക്കറിയില്ല എങ്ങനെ സംഭവിക്കുമെന്ന്, പക്ഷെ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള ആഗ്രഹങ്ങളിൽ ഇപ്പോൾ ഇന്ന ഒരു സാധനം ചെയ്യണം. അപ്പോൾ ചില പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കില്ലേ ഇതെന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്ന് തോന്നില്ല? അത് അവിടുത്തെ മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ചില പടങ്ങൾ അതിനകത്ത് അങ്ങനെ പറഞ്ഞേക്ക് മുന്നേ, അതിന് ഉത്തരം പറഞ്ഞേക്ക് മുന്നേ ഞാൻ എനിക്കുണ്ടായിട്ടുള്ളൊരു വലിയ അവസ്ഥ പറയാം. ആ പ്രൊഡ്യൂസറുടെ പേര് പറയാതെ.
ഞാൻ വളരെ ചെറിയ സിനിമകൾ, അതായത് ഇതുപോലുള്ള സിറ്റി ഓഫ് ഗോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കോളേജ് ഡേയ്സ് ചെയ്തു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതൊന്നും കുറച്ചൊരു വലിയ സിനിമ നമുക്ക് എപ്പോഴും ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഒരു വലിയ സിനിമ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് അറിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട്, അപ്പോൾ അന്ന് ട്രിവാൻഡ്രത്താണ്, അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുക. പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. അതിനെന്താ വന്നോളൂ, ഞാൻ പോയി കാര്യം പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എനിക്ക് ഇങ്ങനൊരു സിനിമ ചെയ്താൽ അത് മോഹൻലാൽ സാറിൻ്റെ സിനിമയായിരുന്നു. ആ സിനിമ എനിക്ക് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട്, എൻ്റെ കഥ ഞാൻ കേട്ടു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് എനിക്ക് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട്, എന്താണ് അവസ്ഥ? അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ മറുപടി, നിങ്ങൾ ചെറിയ സിനിമകളിൽ ഇപ്പോൾ ചെയ്യുന്ന, നിങ്ങൾ കുറച്ച് ചെറിയ സിനിമകളിലൂടെ ചെയ്യും, ഇപ്പം വലിയ സിനിമകളിലേക്ക് അങ്ങനൊരു വഴി പിന്നീട് തുറന്നു കിട്ടും, നിങ്ങൾക്ക് കുറച്ച് ചെറിയ സിനിമകളിലൂടെ ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരിക്കും ശരി, കാര്യം അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കക്ഷികളാണ്, അവർ പറയുന്നതായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ശരി. പക്ഷെ നമ്മുടെ വാശി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം നമ്മളെ കൈവിട്ട് പോകില്ലല്ലോ. ഈ ദൃശ്യവും പാപനാശവും രണ്ട് സ്ഥലമാണ്, രണ്ട് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്. രണ്ട് കൾച്ചറുള്ള ദ്രവീഡിയൻ കൾച്ചറിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും കാണുന്നത് സെപ്പറേറ്റ് ആണ്. മലയാളവും തമിഴും രണ്ട് ഇൻഡസ്ട്രി എന്നുള്ള അർത്ഥത്തിൽ പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോപ്പുലർ ആവുമെങ്കിലും രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിനകത്ത് വ്യത്യാസം, ഇല്ലെങ്കിൽ എന്തായിരുന്നു അതിനകത്ത് നോക്കിക്കണ്ടത് ആ സമയത്ത് പാപനാശം ചെയ്യും? ഇല്ല, ഞാനും ജിത്തുവും അത് തീരുമാനിച്ചിരുന്നു. അതായത് ഒരു ലൊക്കേഷനിൽ വേണ്ട, അത് ഫസ്റ്റ് തീരുമാനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെങ്കാശി, മറ്റേ തിരുനെൽവേലി, അവിടെ ഇവിടെയൊക്കെ പോയി ലൊക്കേഷൻ കണ്ടു. മറ്റേ എന്താണ് തെങ്കാശി, തിരുനെൽവേലി, വേറെ 1-2 സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ലൊക്കേഷൻ കണ്ടു, ലൊക്കേഷൻ ഫിക്സ് ചെയ്തു, അവിടെ സെറ്റ് ഇടാൻ തീരുമാനിച്ചു, വീട് ഇടാൻ തീരുമാനിച്ചു, പോലീസ് സ്റ്റേഷൻ ഇടാൻ തീരുമാനിച്ചു, എല്ലാം തീരുമാനിച്ചു. ഒരു പോലീസ് സ്റ്റേഷൻ്റെ സ്ട്രക്ചറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ മതി നമുക്ക്. ഓക്കെ, ഇത് നമുക്ക്, അത് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു, അപ്പോൾ ഇത് നമുക്ക് കിട്ടും, ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്ന മാസം അവിടെ ഭീകരമായിട്ട് മഴ പെയ്തു. അവിടെ മഴ പെയ്തിട്ട് ആ ഏരിയയിൽ സെറ്റ് വർക്ക് തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം കയറി. അപ്പോൾ കമൽ സാർ ഇങ്ങനെ ഒരു ഡേറ്റ് തന്നിരുന്നു നമുക്ക്, ഇന്ന ദിവസങ്ങൾക്കകത്താണ് ചെയ്യേണ്ടത്. പുള്ളിക്കൊരു US ട്രിപ്പ് കണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും പറയാൻ പറ്റാണ്ടായി. അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ തെങ്കാശി ചെയ്തിട്ട്, അവിടെ നിന്ന് തിരുനെൽവേലി അമ്പലവും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ചെയ്തിട്ട്, പുള്ളിയുടെ ഒരു വൈഫിൻ്റെ വീടും ഗൗതമിയുടെ വീട് അവിടെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 1-2 ചെറിയ സാധനങ്ങൾ അവിടെ ചെയ്തിട്ട് ഇപ്പോൾ അതൊക്കെ വീണ്ടും നമ്മൾ പഴയ നമ്മുടെ സ്വന്തമായ തൊടുപുഴയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു ചെയ്ത ഒരു സാധനം അതേ ലൊക്കേഷനിൽ വീണ്ടും ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർ വേറെ അല്ല, അതുപോലൊരു ബോർഡും വേറെ ഇല്ല. അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തി വന്നു. പക്ഷെ ഇപ്പോഴും ഓക്കെ, അത് അതിൻ്റേത് രീതിയുണ്ട്, അങ്ങനെ പോയി. പിന്നെ ആ സ്ക്രിപ്റ്റും സബ്ജക്റ്റും ഭയങ്കര സ്ട്രോങ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ജെയിംസ് ആൻഡ് ആലീസ് കണ്ടിട്ട് അച്ഛൻ അപ്രീഷിയേറ്റ് ചെയ്തു, കയ്യിലൊന്ന് തൊട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഏറ്റവും വലിയ പ്രൗഡ് അത് തന്നെ ആയിരിക്കും അല്ലേ? അല്ല, ഡയറക്ടർ എന്നുള്ള പ്രൗഡ് അതിലും കൂടുതൽ വേറെ തരത്തിലുണ്ട്. അച്ഛൻ തൊട്ടത് ആസ് എ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഹങ്കാരം ഉണ്ടാക്കിയതാണ്. എനിക്ക് എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ പറ്റിയെന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അവർക്കൊരു അഭിമാനം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള തരത്തിൽ അതിൻ്റെ ആസ് എ മകൻ എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. കാര്യം അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാറില്ല. അപ്പോൾ അതൊരു തൊടലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് അച്ഛൻ്റെ എടാ കൊള്ളാമടാ, നീ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊരു ഒരു വലിയ പാരഗ്രാഫ് പറയുമ്പോഴാണ് എന്നൊക്കെ പറയുന്നത്. അത്രയൊക്കെ പറയാറുള്ളൂ. ഒരു ഡയറക്ടർ എങ്ങനെയാണ്, ഉള്ളിലെ ഒരു ഡയറക്ടറെ പറഞ്ഞാൽ എങ്ങനെ പറയും? ഡയറക്ടർ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു നല്ല സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മേ ബി അത് കൊമേഴ്സ്യലി അത്ര വലിയ ഹിറ്റാകാതെ പോയ ഒരു പടമാണ്. പക്ഷേ എല്ലാവരും ഇത് കാണണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് ടി വിയിൽ വന്നപ്പോഴും മറ്റേ നമ്മുടെ OTT വന്നപ്പോഴും ഒക്കെ ഒരുപാട് ആളുകൾ കാണുകയും അത് വീണ്ടും അതിനെക്കുറിച്ച് ഞങ്ങളിരുന്ന് ചർച്ച ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളുടെ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ
വേറിട്ട സിനിമയാക്കുന്നത്. അപ്പം അങ്ങനെ വേറിട്ട സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു എന്നുള്ളത് അത്യാവശ്യം ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന കാര്യമാണ്. കാരണം ഒരു സിനിമ കാണുമ്പോൾ, ഇപ്പോൾ കൊലപാതകം ചെയ്യുന്ന ഒരു സിനിമ കാണുമ്പോൾ കൊലപാതകം ചെയ്യുന്ന ഇറ്റ്സ് എ നെഗറ്റീവ് എനർജി ആയി ഗസ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയില്ല, അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്ത് ഒരു നല്ല രീതിയിൽ ഒരു ഫാമിലി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ടോട്ടൽ മെസ്സേജ്. മറച്ചു വെച്ചിട്ടോ ഒളിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ പറയാതിരുന്നിട്ടോ കാര്യമില്ല. പറയേണ്ടതെല്ലാം പറയണം, തുറന്ന് സംസാരിക്കണം ആളുകൾ എന്നുള്ളതാണ്. അതായിരുന്നു സംസാരിച്ചിരുന്നത്. അത് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പം അകലാനിരുന്ന, ഡിവോഴ്സ് ചെയ്യാനിരുന്ന ആളുകൾ ഒരുമിച്ച് കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെന്നെ വിളിച്ച് പറയുകയോ അവരുടെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറയുകയോ ചെയ്തിട്ടുണ്ട്. ഒരു നൈറ്റിൽ ഒരു അമ്മ രാത്രി സെക്കൻഡ് ഷോ ട്രിവാൻഡ്രത്ത് നിന്ന് സെക്കൻഡ് ഷോ കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് വിളിക്കുക. ഞാൻ നിങ്ങളുടെ നമ്പർ ഒരുപാട് തപ്പി കണ്ടുപിടിച്ചതാണ്. എൻ്റെ മകൾ എന്നെ വിട്ട് പോയിട്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് പോയിട്ട് 2 വർഷമായി. ഞങ്ങളിത് പോട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണെന്നു. വിഷമമുണ്ട്, പക്ഷേ ഞങ്ങളവിടെ വിളിക്കില്ല, അവളതിന് തിരിച്ച് വീട്ടിൽ കയറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സാർ, ഈ സിനിമ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഞാൻ സാറിനോട് സോറി പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ രാത്രി വിളിക്കേണ്ടി വന്നതിൽ. 2, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. ഹസ്ബൻഡ് വന്നില്ല സിനിമയ്ക്ക്, പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് രാത്രി കോയമ്പത്തൂരിലേക്ക് തിരിക്കുകയാണ്. എൻ്റെ മോളെ എനിക്ക് കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില, ഇപ്പോൾ എന്നോട് പറഞ്ഞതും ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള ഇതിലും കൂടുതലുണ്ട് കേട്ടോ. ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ അറിയാത്ത, ഞങ്ങളോട് പറയാത്ത, പുറത്ത് നടന്ന് വേറെന്തൊക്കെ കാര്യങ്ങളാണ്, വേറെന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടാവും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു നല്ല കാര്യമാണ് ഒരു സമൂഹത്തിന് ചെയ്യുന്നതെന്നുള്ളതിൽ. ഇപ്പോൾ 2 പടം കഴിഞ്ഞു, 3ാമത്തെ പടം എപ്പോഴാണ്? ഡെഫിനറ്റ്ലി ഉടനെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. ഈ എമ്പുരാൻ കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങനെ ചെയ്യണം. ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ആക്ടിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ടർ കൂടിയാണ്. ആക്ടിങ്ങിലേക്കുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ആക്ടറായിട്ടില്ല പൂർണ്ണമായിട്ടും. എൻ്റെ മെൻ്റലി ഞാനായിട്ടില്ല. ഫിസിക്കലി ഞാനിപ്പോഴും ഒരു ടെക്നിക്കൽ ഗൈ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ മെൻ്റലിയും ഫിസിക്കലിയൊക്കെ നിൽക്കുന്നത്. ആക്ടർ ആവാൻ നല്ലതാണ്, ആക്ടർ ആവാൻ ബുദ്ധിമുട്ടില്ല. മീൻസ് ഞാൻ വളരെ മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നടനാണെന്നാണ് നമ്മുടെ ഗ്രൂപ്പിനിടയിൽ ചർച്ചയുണ്ടാകുന്നത്. ആക്ടർ ആവാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ അതിന് ഞാൻ ടോട്ടലി വേറൊരു മൈൻഡ് സെറ്റിലേക്ക് മാറണം. ഞാൻ പക്ഷേ അങ്ങനൊരു മൈൻഡ് സെറ്റിലേക്ക് ആയിട്ടില്ല. ഞാനിപ്പോഴും ഇത്തരം കാര്യങ്ങൾ ടെക്നിക്കലിയും ഡയറക്ഷനെ കുറിച്ചിട്ടും, അതും ടെക്നിക്കലിയാണല്ലോ, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടും സ്ക്രിപ്റ്റ് വൈസും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറ്റത് ആക്ടർ എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആവണം. മേ ബി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ടോട്ടലി ഫ്രീ ആയിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പൃഥ്വിരാജ് ഒരു സുഹൃത്താണ്. സുഹൃത്തിനപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ കൂടിയാണ്, ആക്ടറാണ്. ആക്ടറെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പക്ഷേ ഡയറക്ടറെക്കുറിച്ച് നമുക്ക് സിനിമ കാണുമ്പോഴേ അറിയാമെങ്കിലും നിങ്ങൾ തമ്മിലുള്ള വർക്കിങ്ങും ഇല്ലെങ്കിൽ എത്രത്തോളം ഇതാണ്. ഇപ്പോൾ സിനിമയ്ക്ക് ഔട്ട്പുട്ട് വരും, അതല്ലാതെ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയുടെ ഒരു ഐഡിയയെക്കുറിച്ചൊരു ധാരണ വരുമല്ലോ. നമ്മൾ ഒരു കൂട്ടായി ഡിസ്കസ് ചെയ്യുമ്പോഴും ഒരു ആൾ പറയുമ്പോൾ ഇയാൾ കൊള്ളാമല്ലോ എന്ന് നമുക്ക് ഉള്ളിൽ തോന്നുമല്ലോ. ഒരു കൂട്ടുകാരനപ്പുറത്തേക്ക് ഒരു ഡയറക്ടറെ എങ്ങനെ നോക്കിക്കാണുന്നു പൃഥ്വിരാജിനെ? രണ്ട് തരത്തിലാണ് നോക്കിക്കാണാൻ താല്പര്യമുള്ളത്. കൂട്ടുകാരൻ നമ്മൾ എപ്പോഴും ഓക്കെ, നമ്മൾ എന്ത് കാര്യങ്ങളും പറയാം, അങ്ങോട്ട് സംസാരിക്കുക, ഇങ്ങോട്ട് സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം പലതരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതെല്ലാം ഫ്രണ്ട്ഷിപ്പിനകത്ത് എന്തൊക്കെ വേണമോ അതൊക്കെ. അതല്ലാതെ മറ്റൊരു പ്രൊഫഷണലിസമാണ്. സോ അതിനകത്ത് പുള്ളിയുടെ ഒരു കൺവിക്ഷൻ ഉണ്ട്, പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ട് കാര്യങ്ങൾ കാണാൻ, പുള്ളിയുടെ ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റ് പുള്ളിക്കുണ്ട്. അപ്പോൾ അതിനെ മുഴുവൻ റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു പ്രൊഫഷണൽ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നെനിക്ക് പറയാൻ പറ്റുന്ന കക്ഷി തന്നെയാണ്, ഡെഫിനറ്റ്ലി ആസ് എ ഡയറക്ടർ. കാര്യം അത്രയും ഷാർപ്പാണ് പുള്ളി. അതിനകത്ത് ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ഇത് അറിയാമെന്നുള്ളത് കൊണ്ടും ടെക്നിക്കലി, അതായത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഇപ്പോൾ ആദ്യത്തെ സിനിമ ലൂസിഫർ ചെയ്യുമ്പോൾ ഞങ്ങൾ അനമോർഫിക്കിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതും അനമോർഫിക്കിലാണ് ചെയ്യുന്നത്, അന്ന് അനമോർഫിക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അനമോർഫിക് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനും യൂസ് ചെയ്തിട്ടില്ല, രാജു യൂസ് ചെയ്തിട്ടില്ല, രാജുവിൻ്റെ സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ലെൻസ് റേഞ്ചസ് എന്താണെന്ന് എനിക്ക് അറിയണം എന്ന്
താല്പര്യമുള്ള ഡയറക്ടറാണ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അത് ലെൻസ് റേഞ്ച് പറയുമ്പോൾ ഒരു 50 ഇടൂ എന്ന് പറഞ്ഞാൽ അത് ഈഗോ ആയിട്ട് ഞാൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫർ എടുത്താലാണ് അതൊരു വിഷയമാകുന്നത്. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സാധനം ഇതാണ് 50 റേഞ്ചിലുള്ള പരിപാടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് വേണ്ടത് കൂടുതലും. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചിലപ്പോൾ 50 റേഞ്ച് ഇട്ടിട്ട് ഇവിടെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഡയമെൻഷൻ കിട്ടും, കുറച്ച് ഇപ്പുറത്ത് വെച്ചാൽ വേറൊരു ഡയമെൻഷൻ കിട്ടും. സോ ദാറ്റ് വി ക്യാൻ സെലക്ട് ഈസിലി. ഇതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. മറ്റത് ഇട്ട് നോക്കി വെയിറ്റ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്ത് മറ്റത് പോയി മറിച്ചത് പോയി. സോ പിന്നെ ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്തഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം. അത് എല്ലാ സമയത്തും വേണം. അതില്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഇത്തരം ഒരു ഭയങ്കര രസമുള്ള, ഭയങ്കര പ്രൊഫഷണലി രസമുള്ള ഒരു സർക്കിളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ഗുണമാണ്, ഭയങ്കര രസമാണ്. പൃഥ്വിരാജിലെ ആക്ടറിൻ്റെ ഏറ്റവും വലിയ സംരംഭമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സമയമെടുത്ത് ചെയ്തിട്ടുള്ള ആടുജീവിതം പുറത്തു വരാനിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങൾ ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ആടുജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ. അതിനെങ്ങനെയാണ് നമ്മൾ പുകഴ്ത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക? അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് സംസാരിക്കുമ്പോൾ മാർച്ച് 21 7 ദിവസം കഴിഞ്ഞാൽ ആ സിനിമ റിലീസാകുകയാണ്. മാർച്ച് 28 റിലീസാകും. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ സിനിമ കണ്ടിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ ഒരു അക്ഷരം അതിനെക്കുറിച്ച് പറയരുതെന്നാണ് എനിക്ക് ആ സിനിമയും ആ സിനിമയുടെ പുറവും എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം, എനിക്ക് പറയാൻ താല്പര്യം. കാര്യം ആ സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിലവന് എത്രത്തോളം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് എത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്നു, അതിനകത്ത് എല്ലാവരും എടുത്ത പെയിൻ എത്ര ഉണ്ടായിരുന്നു അത് മനസ്സിലാവും. അത് കണ്ടിട്ട് വേണം നമുക്ക് അതിനെ സംസാരിക്കാൻ. തീർച്ചയായിട്ടും അത്തരം സംരംഭങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ സിനിമ ലോക നിലവാരത്തിലേക്ക് വളരുമ്പോൾ അത് കാണുമ്പോൾ അത് നമ്മളും കൂടെ അറിഞ്ഞാണല്ലോ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സുഖമാണ്. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ മേക്കപ്പ് ഇത്ര വേണം ഇത്ര വേണ്ട എന്നൊക്കെ ഉള്ളത് ഒരു സിനിമാറ്റോഗ്രാഫർക്കാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഡയറക്ടർക്ക് ഒരു പക്ഷേ അതിനകത്തൊരു നോളജ് ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഗ്രേഡിങ് കഴിഞ്ഞ് വരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കണമെന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടതും സിനിമാറ്റോഗ്രാഫറാണ്. കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ പാളിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത്. എവിടെയൊക്കെയാണ് ആ സ്ഥലത്തൊക്കെ ഇടപെടാറുള്ളത്? ഇടപെടുന്നത് അവരുടെ ലിപ്സ്റ്റിക് ആയിരിക്കും ഏറ്റവും കൂടുതൽ. നമുക്ക് ഒരു സ്ത്രീകളുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ലിപ്സ്റ്റിക് മാത്രമല്ല കേട്ടോ, അത് ഇതൊരു കോമൺ ഫാക്ടർ പറഞ്ഞതാണ്. അതല്ലാതെ ഭാഗ്യത്തിന് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾക്കകത്ത് അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്ന വിഭാഗമായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് കാണിക്കും. അപ്പോൾ അവർ ഓക്കെ ഇത് മതിയോ, നമുക്ക് ഇത് കുറയ്ക്കണോ എങ്ങനെയാണ് കാണിക്കും. അപ്പോൾ നാച്ചുറലി വേണ്ട പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നാച്ചുറലി എങ്ങനെയാണ് കുറച്ചുകൂടി ഏതാണ് കുറയ്ക്കുന്നത്. എനിക്ക് അതിനകത്ത് ആകപ്പാടെ ഒരു ഓടായിട്ട് സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങൾ ദൃശ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മീനെ അതിനകത്ത് കുറച്ച് കൂടുതൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും അന്ന് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് കുറയ്ക്കാൻ പറഞ്ഞു, പക്ഷേ അന്ന് നമ്മുടെ സമയപരിമിതി എല്ലാം കാരണം അതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ കൂടുതലായിരുന്നു എന്ന് എനിക്കറിയാം. പിന്നെ ട്രോളായല്ലോ, പിന്നീട് ട്രോളായി കൂടുതലായിരുന്നു എനിക്കറിയാം. പക്ഷേ എന്നിട്ടും ഞാനത് വിട്ടിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ലിപ്സ് എടുത്ത് സെലക്ട് ചെയ്തിട്ട് അത് കുറച്ച് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്ക് ഒരു സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്കറിയാം. നമ്മൾ ആദ്യമേ അവരോട് സംസാരിക്കുകയും സെറ്റ് ചെയ്യുകയും ചെയ്യും. ഓവറാക്കരുത് നമ്മൾ പറയും. പിന്നെ മേക്കപ്പ് വേണം, കാരണം മേക്കപ്പ് ഇല്ലെങ്കിൽ നമ്മളെ സ്വെറ്റ്സും അപ്പം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് അത് മേ ബി അത് വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. നമ്മൾ ചെയ്യുന്നതെല്ലാം കൊമേഴ്സ്യൽ സിനിമകളായിരുന്നു ഇതുവരെ. അതിനകത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാം മറയ്ക്കാനും ഒക്കെയുള്ള കുറേ ഭംഗിയാക്കാനും ഒക്കെയുള്ള കുറേ സംഭവങ്ങൾ വേണം. പക്ഷെ അത് പ്രൊജക്റ്റ് നിൽക്കരുതെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. മേക്കപ്പ് ചെയ്തതുപോലെ നിൽക്കരുത്.
അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നമ്മൾ സിനിമയും നാടകവും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായി. നാടകത്തിനകത്ത് വേണം, കാര്യം അത് ആൾക്കാർ കുറേ ദൂരം നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇതൊക്കെ കണ്ട് പഠിക്കണം. മറ്റേത് നമ്മൾ വളരെ ക്ലോസറായിട്ടാണ് ലെൻസസ് വയ്ക്കുന്നത്. ഇപ്പോഴൊന്നുമില്ല, വളരെ പണ്ട് മുതലുള്ള വളരെ മുമ്പ് നമ്മൾ വളരെയധികം മേക്കപ്പ് ഇട്ടിരുന്നു. കാരണം അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ക്യാരക്ടേഴ്സ് അങ്ങനെ, രണ്ട് നമ്മൾ ചെയ്യുന്ന ലൈറ്റിംഗ് എന്ന് പറയുന്നത് 64 ISO ഒക്കെയാണ്. അത് അങ്ങനെ ടെക്നിക്കലി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പം വളരെ കുറച്ച് ലൈറ്റ് കൂടുതൽ വന്നാലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് ആ സമയത്ത് മേക്കപ്പ് കൂടുതലിട്ടിരുന്നു, അങ്ങനെ റിഫ്ലക്ഷന് വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ അതിലും കൂടുതൽ ലൈറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഫിലിംസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഫിലിംസിൻ്റെ ഘടന മാറി നമ്മൾ ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ വന്നു. അപ്പോൾ മേക്കപ്പ് നമുക്ക് ഇത്രയും അധികം വേണ്ടാന്നായി. ഇങ്ങനെയാണ് എൻ്റെ പരിണാമം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഒരു ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ അവെയറാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം പ്രതിസന്ധികൾ ശരിക്കും പറഞ്ഞാൽ കുറവാണ്. വലിയ ജോലി ഇല്ലാതെ ആക്ച്വലി നമുക്ക് അധികം പറയേണ്ടി വരാറില്ല. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഒരാളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നോക്കുന്നത്, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ വേറെ. പക്ഷേ സ്വന്തമായിട്ട് ഇപ്പോൾ സുജിത് വാസുദേവൻ്റെ വർക്കുകൾ എടുത്തിട്ട് ഒരു 5 സീന് കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സിനിമയിൽ നിന്ന് ഏതൊക്കെ സീൻ കട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമല്ല. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കൊണ്ട് നടക്കില്ലേ, ഈ സീന് അയച്ചു കൊടുക്കാം, നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാം, റെഫറൻസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മണിരത്നത്തിൻ്റെ കാണിക്കണമെന്ന് വിചാരിക്കാം, നമുക്ക് ഈ സീൻ അയച്ചു കൊടുത്താലോ എന്ന് വിചാരിക്കില്ലേ. അതൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും, ഏതൊക്കെ സിനിമകളിലെ ഷോർട്സ് ആയിരിക്കും അയച്ചു കൊടുക്കുക? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്. എനിക്ക് ചെയ്തതിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു, കുറച്ചുകൂടി ആ ലെവലുണ്ട് നമുക്ക് തോന്നുന്നത് കുറച്ച് സിനിമകളേ ഉള്ളൂ. അതിലൊന്ന് ഡെഫിനറ്റ്ലി ലൂസിഫറാണ്, പിന്നൊന്ന് എസ്രയാണ്, പിന്നൊന്ന് സെവൻത് ഡേ ഉണ്ട്, അനാർക്കലി ഉണ്ട്. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ വളരെ ഹ്യൂമർ സിനിമയാണെങ്കിൽ നമ്മൾ അതിനകത്തൊരു വേറൊരു പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. മേ ബി അങ്ങനെ അതിനെ കാണുകയാണെങ്കിൽ അത് വർക്കാവും. സിറ്റി ഓഫ് ഗോഡിൽ നമ്മൾ വേറൊരു പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, അങ്ങനെ കാണുമ്പോൾ അത് വർക്കാവും. കളറൊക്കെ അത് വർക്കാവും. അല്ല, ഹാൻഡ് ഹെൽഡും ഷോർട്സിൻ്റെ മറ്റേ ലെൻസിങ്ങും ഒക്കെ വേറൊരു തരത്തിലുള്ളൊരു ലെൻസിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കാണുവാണെങ്കിൽ അങ്ങനെ വർക്കാവും. പിന്നെ എല്ലാത്തിനും ഓരോരോ സാധനങ്ങൾ നമുക്കുണ്ടാവും. അതെ, എല്ലാത്തിനും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അയച്ചു കൊടുക്കാം. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ, ഒരു ബോളിവുഡ് സിനിമ ഇപ്പോൾ ഓൾറെഡി സാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഹോളിവുഡ് സിനിമയിൽ സുജിത് വാസുദേവ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ കാണിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളിവിടെ ഭയങ്കര വിലയുണ്ട ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയാലും നമുക്ക് നമ്മുടെ ആൾ അവിടെ പോയല്ലോ എന്നുള്ള സാധനം എയർറോമൻ്റെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഇതാണ് നമ്മുടെ ആളാണ് കേട്ടോ എന്നുള്ളൊരു സാധനം വരും. ഞങ്ങളിപ്പോൾ US-ലും UK-ലും ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ എമ്പുരാൻ എന്ന സിനിമ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ US-ൽ ഞാൻ രാജുവിനോട് സംസാരിക്കുകയായിരുന്നു. രാജു, ഇവിടെ എങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത്, ഒരു ഇംഗ്ലീഷ് സിനിമ എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏത് കക്ഷിയാണ് ഞാൻ പോയി മീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എനിക്കിവിടെ ഒരു വേരുറപ്പിക്കാൻ പറ്റുന്നത്, എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്, ഇതൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. എന്നിട്ട് അവിടെയുള്ള കക്ഷികളെടുത്ത് നമ്മൾ കുറേ സംസാരിച്ചു. പക്ഷെ അത് അത്ര പെട്ടെന്ന് ഈസി അല്ല. പക്ഷേ യെസ്, നടക്കും. ഐ വിൽ. അതാണ്. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക് യു. ആ എനർജി അങ്ങനെ തന്നെ തുടരട്ടെ.